നമസ്കാരം, സെയിലിംഗ് കമന്ററിയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ ശബ്ദം, ലൈറ്റിംഗ് അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാതെയുള്ള പ്രസൻറ്റേഷൻസ് എടുക്കേണ്ടി വന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ആ യാത്രയായിരുന്നു. അവിടെ ഒരു കടയിൽ ഞാനൊരു സാധനം വാങ്ങാൻ കയറിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, കേരളത്തിൽ നിന്നാണ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ആവശ്യം ഉന്നയിച്ചു. ഒരു സാധനം അദ്ദേഹത്തിന് കൊറിയർ വഴി എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ അതിശയമായിട്ട് എനിക്ക് തോന്നി, എന്താണ് കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇത്രയും പ്രിയപ്പെട്ട ഒരു സാധനം ആവശ്യം വരിക. ഒരു ചെറിയ ഇടവേള തരുന്നു, പ്രേക്ഷകർക്ക് ആലോചിച്ചെടുക്കാം. പെട്ടെന്ന് ആ കഥ എന്നെ ഓർമ്മിപ്പിച്ചത് ഇന്നത്തെ ഒരു വാർത്തയാണ്. ആ വാർത്ത എങ്ങനെയാണ്: കേരള ബിവറേജസ് കോർപ്പറേഷൻ ടു ഓപ്പൺ സൂപ്പർ പ്രീമിയം ലിക്കർ ഔട്ട്ലെറ്റ്സ് ഇൻ 4 cities. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യവസായമാണ് കള്ള് കച്ചവടം. ഇങ്ങനെ നാല് സൂപ്പർ പ്രീമിയർ ലിക്കർ ഔട്ട്ലെറ്റ്സ്. ഉന്നത തലങ്ങളിലുള്ള ഗവൺമെൻറ് ഓർഡറിൻ്റെ പുറത്തായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. മനസ്സിലായല്ലോ ഇപ്പോൾ നമ്മുടെ ഭരണത്തിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന്. ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ആ തമിഴ്നാട്ടിലെ സുഹൃത്ത് എന്നോട് ചോദിച്ച കാര്യം ഓർമ്മ വന്നത്. എന്തായിരിക്കാം അദ്ദേഹം എന്നോട് ചോദിച്ചത്? എന്തായിരിക്കാം എന്നോട് ചോദിച്ചത്? ഒരു ക്വിസ് പ്രോഗ്രാം ലൈവായിട്ട് ഇപ്പം തരികയാണ്. എന്തായിരിക്കാം അദ്ദേഹം എന്നോട് ചോദിച്ചത്? ഉത്തരം വേണമെങ്കിൽ ആർക്കെങ്കിലും ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാം. ഒരു ഡിസംബർ ക്രിസ്തുമസ് ലോട്ടറി ടിക്കറ്റ് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ക്രിസ്തുമസ് ലോട്ടറി എന്തോ ബമ്പർ, എനിക്കറിയില്ല എത്ര കോടിയാണ് വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ തവണ ദീപാവലിയുടേത് പൊള്ളാച്ചിയിലുള്ള ഒരാൾക്കാണ് അടിച്ചത്, 25 കോടി രൂപയാണ്. എനിക്ക് ആ വിവരം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ചുരുക്കത്തിൽ കേരളം എന്ന് പറയുന്നത് ലോട്ടറിയും കള്ള് കച്ചവടവുമായി കറങ്ങി തിരിഞ്ഞ് കിടക്കുകയാണ്. ഇത് പറയാൻ കാരണം ആഗോളതലത്തിൽ നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകളിൽ എന്തെങ്കിലും, ഇപ്പോൾ പോർട്ട് കരാർ ഒപ്പിട്ടത് കൊണ്ട് അതിങ്ങനെ നീണ്ടുപോകുന്നു, അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ അത് പോകുന്നു. അല്ലാതെ ഗവൺമെന്റിന്റെ തലത്തിലോ ഉദ്യോഗസ്ഥരുടെ തലത്തിലോ ഉള്ള താല്പര്യത്തിന്റെ പുറത്തല്ല ഇത് നടക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അതിനപ്പുറം ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല. പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമുക്ക് മനസ്സിലാകുന്ന തരത്തിലൊന്നും നടക്കുന്നില്ല. ഇനി ഫയലുകളുടെ നീക്കത്തിലൂടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം പോർട്ടിൽ ട്രയലിന് കുറച്ച് കപ്പലുകൾ വരുന്നു, ആളുകൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിനപ്പുറം ഉദ്ഘാടനത്തിന്റെ തീയതി എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നു. ലോകം എങ്ങോട്ട് പോകുന്നു എന്നും കൂടി വായിച്ചപ്പോഴാണ് ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ തോന്നിയത്. നമ്മൾ പോർട്ട് വരുമ്പോൾ പോർട്ടിന്റെ സാധ്യതകൾ വേണ്ടേ ചർച്ച ചെയ്യാൻ, ആലോചിക്കാനും? അങ്ങനെ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ ഹപാക് ലോയിഡ്, ഇവിടെ പ്രേക്ഷകർ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് MSC മാത്രം വരുന്നത്, മറ്റാരും വരുന്നില്ല. MSCയുടെ കപ്പലുകൾക്ക് തന്നെ ഇവിടെ ബെർത്ത് കിട്ടുന്നില്ല. പുറംകടലിൽ ഇപ്പോൾ തന്നെ 2-3 കപ്പൽ കിടപ്പുണ്ട്. ആകെ 1.5 ബെർത്തും വെച്ച് നമ്മൾ MSCക്ക് അല്ലാതെ വേറെ ആർക്ക് കൊടുക്കാൻ പറ്റും? സത്യമായിട്ടും അതാണ്, മറ്റ് കമ്പനികൾക്ക് ബെർത്ത് കൊടുക്കാനില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇവിടെ ഹപാങ് ലോയിഡിന്റെ വാർത്ത വായിച്ചപ്പോഴാണ് വീണ്ടും നമുക്കൊരു നഷ്ടബോധത്തിന്റെ കണക്ക് വരുന്നത്. അവര് 77,50,000 ടണ്ണാണ് ഹപാങ് ലോയിഡും മേഴ്സ്കും. അവരൊരു പുതിയ ഈ 2025 ഫെബ്രുവരി മുതലാണ് അവർ തുടങ്ങുന്നത് ജെമിനി കോഓപ്പറേഷൻ. അവർ 2 കൂട്ടരും, ലോകത്തിലെ 2ാമത്തതാണ് മേഴ്സ്ക്, 5ാമത്തതാണ് ഹപാങ് ലോയിഡ്. അവർ കൈകോർത്തുകൊണ്ട് ജെമിനി കോർപ്പറേഷൻ. അപ്പോൾ ആദ്യം തന്നെ മേഴ്സ്ക് കൊടുത്തു 5 ലക്ഷം ടണ്ണിന്റെ മെത്തനോൾ ഓർഡർ കൊടുത്ത അതേ കമ്പനിക്ക് തന്നെ ഹപാങ് ലോയിഡും കൊടുത്തു. ജർമ്മനി ഷിപ്പിംഗ് മേജർ ഹപാങ് ലോയിഡ് റിപ്പോർട്ട്സ് it has completed a long-term supply agreement with Chinese energy company Goldwind
to ensure a source of green methanol for the long-term power of its vessels. മലയാളം ഒന്നും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. അവരുടെ ദീർഘകാല കരാറിന് വേണ്ടി, കപ്പലോടിക്കാൻ വേണ്ടി അവർക്ക് മെത്തനോൾ വേണം. അതിന് ചൈനയിലെ കമ്പനിയുമായിട്ട് ഗോൾഡ് വിൻഡ് എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഗോൾഡ് വിൻഡാണത്. ഗോൾഡ് വിൻഡുമായിട്ട് കൈകോർത്ത് കഴിഞ്ഞു. The new agreement is for the delivery of 250,000 tons of green methanol per year to Hapag-Lloyd. 2.5 ലക്ഷം, ഒന്നും കുറവൊന്നുമില്ല. ലക്ഷം ടണ്ണാണ് അവർ ഓർഡർ കൊടുക്കുന്നത്. 2.5 ലക്ഷമാണ് അവർക്ക് കൊടുക്കുന്നത്. In November 2023, Maersk signed an off-take agreement calling for annual volumes 5 lakh tons of green methanol. ചൈനയിലെ തന്നെ കമ്പനിക്ക് അവർ 5 ലക്ഷം ടണ്ണിന്റെ ഓർഡർ കൊടുത്തു. ഇവിടെ അവരുടെ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഹപാങ്-ലോയിഡ് 2.5 ലക്ഷം. ഹപാങ്-ലോയിഡിന് നേരിട്ടുള്ള ചാർട്ടറിങ് അല്ലാതെ 292 കപ്പലുകളുണ്ട്. അപ്പോൾ അവരുടെ കപ്പലുകൾക്ക് നേരിട്ടുള്ളതും അല്ലാത്തതിനുമായ ചാർട്ടറിങ്ങിനും എല്ലാമായിട്ടാണ് 2.5 ലക്ഷം മെത്തനോൾ. Goldwind also plans to build a new green methanol factory adjacent to its existing project in Hingan League in northeast China. നമുക്കിവിടെ ഏതെങ്കിലും കമ്പനികളുണ്ടോ? പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ 7.5 ലക്ഷം ടൺ 2 കമ്പനികൾക്ക്. ബാക്കി വേറെ കമ്പനികളുടെ കണക്ക് വേറെ. ഈ ഹിൻഗാൻ ലീഗ് എന്ന് പറയുന്ന സ്ഥലം അന്വേഷിക്കുമ്പോഴാണ് ഇവരുടെ ഡാലിയൻ എന്ന് പറയുന്ന പോർട്ട്. ഡാലിയൻ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും ഏകദേശം ആ ഭാഗത്ത് വരുന്ന ഡാലിയൻ പോർട്ടിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ഉള്ളിലാണ്. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഏകദേശം ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഈ പറയുന്ന കടൽ പോലും കാണാത്ത സ്ഥലത്ത് നിന്നുകൊണ്ടാണ് കടലിലേക്ക് ആവശ്യമായിട്ടുള്ള മെത്തനോൾ ചൈന ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ചൈന ചെയ്യുന്നത് കൊണ്ടെങ്കിലും കേരളം എന്തെങ്കിലും ചെയ്യണ്ടേ? ചങ്കിലെ ചൈനയല്ലേ? ഇത് പറഞ്ഞാൽ മാത്രം മതിയോ? എന്തെങ്കിലും അവർ ചെയ്യുന്നത് കണ്ടെങ്കിലും, ആന ചെയ്യുന്നത് കണ്ടെന്ന് എന്ന് പറയാറുണ്ട്. ആന ചെയ്യുന്നത് കണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കേരളത്തിലെ ശരാശരിക്കാരാണ് സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർ. ഇത്രയും ദിവസം കൊണ്ട് അവർക്ക് തന്നെ മനസ്സിലായി ഇതൊരു ഭയങ്കര അപാര സാധ്യതയാണ്, ഒരു മെക്സിക്കൻ അപാരതയാണ് മെത്തനോൾ എന്ന് അവർക്കും മനസ്സിലായി. കുട്ടനാട്ടിലെ കർഷകൻ അദ്ദേഹം പിന്നെയും എഴുതി, കഴിഞ്ഞ ദിവസം ആലപ്പുഴ മങ്കൊമ്പ് റൂട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നെടുമുടി എന്ന സ്ഥലത്ത് 2 വശത്തും പാടങ്ങൾ കത്തുന്നത് കാരണം ഓടുന്ന ബസ്സിൽ പുകയുടെ ബുദ്ധിമുട്ടുണ്ടായി. ഏക്കർ കണക്കിന് പാടങ്ങളാണ് ഇപ്പോൾ കത്തുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, കേരളത്തിലെ നമ്മൾ കൊയ്യും വയലുകളെല്ലാം കത്തിക്കാനുള്ളതാണ് പൈങ്കിളിയെ എന്ന് പാടേണ്ടി വരുന്ന ഒരവസ്ഥ. അതിന്റെ തുടർച്ചയായിട്ട് ആ കർഷകന്റെ വികാരത്തോട് റാന്നിയിലെ സക്കറിയ എന്ന് പറയുന്ന പഴയ റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി എഴുതി വെച്ചു. കുട്ടനാട്ടിലെ കച്ചി മാത്രമല്ല, എല്ലാ സ്ഥലത്തെയും തെങ്ങോല, വാഴപ്പിണ്ടി, ഹോട്ടലുകളിലെ വാഴയില വേസ്റ്റ്, റോഡരികിൽ വളരുന്ന കാട്, പൈനാപ്പിൾ വേസ്റ്റ് തുടങ്ങിയ എന്തെല്ലാം മെത്തനോൾ ഫാക്ടറി തുടങ്ങിയാൽ ഉപയോഗിക്കാം. ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ വേസ്റ്റ് ഡിസ്പോസൽ ആസ് മെത്തനോൾ. കാപ്പിത്തൊണ്ട് വയനാട്ടിൽ, ഗുരുവായൂർ ആനപ്പിണ്ടം, തടിയറക്കുന്ന പൊടി മൂവാറ്റുപുഴ, ഫിഷ് വേസ്റ്റ്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് കേരളത്തിൽ മെത്തനോളിനായി കാത്തിരിക്കുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ എന്തിനോ വേണ്ടി കുരയ്ക്കുന്ന ഒരു അവതാരകൻ. നിർത്തുന്നു. നമ്മുടെ അക്ഷയ് മാത്രമല്ല, പലരും ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അക്ഷയ് എനിക്കൊരു സാധനം അയച്ചു തന്നു. ഇവിടെ വരാൻ പോകുന്ന ജെയ്റ്റ് സർവീസിലെ 16 കപ്പലുകൾ ഒരേ സമയത്ത് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് കാണാൻ പറ്റും എന്നുള്ള തരത്തിൽ അദ്ദേഹം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. അപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ 16 തികയുന്നില്ല. അപ്പൊ അക്ഷയ് പറഞ്ഞു, അത് സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കിയാലേ നോക്കുള്ളൂ. അപ്പൊ സൂം ചെയ്യുമ്പോൾ 16 ഒരുമിച്ച് കിട്ടത്തില്ല. ഒരേ സ്ഥലത്ത് തന്നെ 1-2 കപ്പലുകളുള്ളപ്പോൾ ഒരേ കപ്പലായിട്ടാണ് അത് കാണിക്കുന്നത്. അങ്ങനെ ജെയ്റ്റ് സർവീസിലെ 16 കപ്പലുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് കാണാൻ പറ്റുന്നു. ഇതിൽ ഓരോന്ന് വീതം അടുത്ത വർഷം ആഴ്ചയിൽ 1 എണ്ണം എന്ന കണക്ക് നമ്മുടെ തുറമുഖത്ത് വരും. അതാണ് MSC ഓഫർ ചെയ്തിരിക്കുന്ന ജെയ്റ്റ് സർവീസിന്റെ പ്രത്യേകത. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.